നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. നമ്മുടെ വീടുകളിലും മുറ്റങ്ങളിലൊക്കെ തുളസിയുണ്ട്. തുളസിച്ചെടി കാണാത്തവരാരുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ മഹാലക്ഷ്മി അതറിയാമല്ലോ. മഹാലക്ഷ്മി ആരാന്നറിയാം. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ അവതാരമാണ് തുളസി എന്നാണ് പറയുന്നത്. ഈ തുളസി ചെടി വളരാത്ത ഭൂമി, തുളസിച്ചെടി നശിക്കുന്ന ഭൂമി, തുളസി ഇങ്ങനെയുള്ള ഭൂമി ആ വീട്ടുകാർ ശാപം കിട്ടിയവരാണ് പണ്ട് പറയും. തുളസി ഇല്ലാത്തൊരു ഭൂമി. ഇപ്പം എല്ലാവരും തുളസി വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം വെറുതെ തുളസി കിളുത്ത് വരുമല്ലോ. തുളസി വെച്ചാൽ എത്ര തുളസി വെച്ചാലും അത് പിടിക്കില്ല, നന്നാകില്ല എന്നൊക്കെ കണ്ടാൽ അത് ശാപാദികളുള്ള സ്ഥലങ്ങളാണെന്നൊക്കെ പണ്ട് പറയാറുണ്ട്. ഈ തുളസി നടാത്ത വീടുകളുണ്ട്. നട്ട വീടുകളാണ് കൂടുതൽ, നടാത്ത, തുളസിയെ ആരാധിക്കാത്ത. പഴയ കാലക്രമങ്ങളിൽ പണ്ട് പൂർവമായ ഒരുപാട് ആചരണങ്ങൾക്ക് പണ്ട് അത് നമ്മുടെ ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഗംഭീരമായിട്ട് തുളസി പൂജ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ തുളസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാനും മഹാവിഷ്ണുവിനും ശ്രീരാമനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തുളസിയാണ്. പൊതുവെ പൂജാവിധാനങ്ങളിൽ, താന്ത്രിക കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പൂവാതെന്ന് വെച്ചാൽ തുളസിപ്പൂവാണ്. അപ്പം അതിന് ഒരു ദൈവിക പരിവേഷം ആ വൃക്ഷത്തിന്, ആ ചെടിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പുണ്യമായി തുളസിയുടെ ഇത് പൂവ് ഇറുക്കുന്നത് പോലും ശുദ്ധമായിട്ടേ തുളസിയെ തൊടാവുള്ളൂ. അങ്ങനെയൊക്കെ പഴമക്കാർ പറയാറുണ്ട്. പൂർവികമായിട്ട് പലരും പാപശാപാദികളിൽ നിന്ന് മാറാനായിട്ട് തുളസി വെച്ചിട്ട് വൈകുന്നേരം തുളസിക്ക് 3 പ്രദക്ഷിണം, അതിന് വെള്ളം ഒഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. രാവിലെ കുളിച്ചു വന്നിട്ട് തുളസിയുടെ ഇല ഇറുത്തെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കുക, ഗംഗാജലത്തിന് തുല്യം. അങ്ങനെയൊക്കെ പഴമക്കാർ ചെയ്തു പോന്നിരുന്നു. തുളസി എന്ന് പറയുന്നത് നമ്മുടെ ആ പരിസരത്തുള്ള നെഗറ്റീവായി നിൽക്കുന്ന എനർജിയെ പോസിറ്റീവാക്കാൻ വളരെ ശക്തമായ ഒരു ആരോഗ്യ പരിപാലന ചെടി കൂടിയാണ്. ഇപ്പം അലർജിക്കൊക്കെ നിങ്ങൾക്കറിയാം തുളസി വളരെ കേമത്താണ്. ഈ തുളസിപ്പൂ ചൂടിയാൽ, തുളസിയുടെ മാല ധരിച്ചാൽ വൃക്കരോഗങ്ങൾ പോവും, ഷുഗറിന് കംപ്ലൈൻറ്റ് കുറയും എന്നൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അതിൽ നിന്ന് വരുന്ന ഊർജം അത്ര ശക്തമാണ്. കുറച്ച് മുമ്പിലത്തെ തലമുറയിലൊക്കെ അമ്പലത്തിലെ തുളസിപ്പൂ ചെവിയുടെ പുറകിൽ വയ്ക്കും. വളരെ ബുദ്ധിക്ക് ഉണർവ് ലഭിക്കും. പെൺകുട്ടികൾ തുളസിക്കതിന് മുടിയെ ചൂടും. എന്താ, അവരുടെ ശരീരത്തിൽ ഐശ്വര്യത്തിൻ്റെ ഒരു ഓറ സൃഷ്ടിക്കും എന്നാ പറയുക. അങ്ങനെയൊന്നുമില്ല തിരുമേനി. നമ്മളിപ്പോൾ കേമായിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയാൽ അങ്ങനെയൊക്കെ പറയണവരുണ്ട് ഇതിനകത്തെ. അത് നിങ്ങൾക്ക് നമ്മളൊരു പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ചിലരെ കാണാം. ഇപ്പോൾ നന്നായിട്ട് വെളുത്തിരിക്കുന്ന ആളായാലും ആ മുഖത്ത് നോക്കുമ്പോൾ ഒരു ചൈതന്യമില്ല. ഇനിയിപ്പോൾ നല്ല ഇരുനിറാന്ന് വെച്ചോളൂ, ആ മുഖത്ത് നോക്കുമ്പോൾ ഒരു തേജസ് നമ്മൾ കാണാറുണ്ടല്ലേ. ചില മുത്തശ്ശിമാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയല്ലേ. ആ ഭംഗി എന്താ? അതൊരു ഓറയാണ്. അത് ആ ചുറ്റും പ്രഭാവത്തിൽ നിൽക്കുന്ന ഒരു ശക്തിയാണ്. അതെങ്ങനെ ഉണ്ടാവുക? അതുണ്ടാവണം ഇങ്ങനെയൊക്കെ തന്നെയാണേ. നാമജപത്തിലൂടെ ഉണ്ടാവും, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ തുളസിയുടെ ഒരു കതിരി വെക്കുന്ന ഒരു കുട്ടിയെ, അല്ലെ തുളസിപ്പൂ ചോടുന്ന ഒരു പുരുഷനെയൊക്കെ കാണുമ്പോൾ അവൻ്റെ ആ പോസിറ്റീവായ ഒരു ഓറയെ നമുക്ക് പെട്ടെന്ന് ദർശിക്കാൻ പറ്റും. അതൊരു ബ്യൂട്ടി പാർലറിലും ഒരു ഫേസ് ക്രീമിനൊന്നും തരാൻ പറ്റില്ല. കാരണം ശക്തിയാണ് നമ്മുടെ സൗന്ദര്യം, കളറല്ല. നമ്മുടെ പുറമേ കാണുമ്പോൾ ഒരു ആകർഷണീയത. ആ ആകർഷണം എന്താ? നമ്മുടെ ശാസ്ത്രത്തോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ സനാതനധർമ്മം. ഇപ്പോൾ നമ്മൾ കുറി തൊടുമ്പോൾ, നമ്മളിപ്പോൾ ചന്ദനം തൊടാറുണ്ട് അല്ലേ, വൈകുന്നേരം ഭസ്മവും തൊടും. ഈ പറയുന്ന സംഗമ കേന്ദ്രം, 2 പുരികങ്ങളുടെ ഇടയ്ക്കുള്ള സംഗമ കേന്ദ്രം,
അവിടെ ചന്ദനം കൊണ്ട് ലേപനം ചെയ്യുമ്പോൾ മഹാമർമ്മങ്ങളുടെ കേന്ദ്രമായി നിൽക്കുന്ന, ശരിക്ക് നാഡീഞരമ്പുകളുടെ സങ്കേത കേന്ദ്രമായി നിൽക്കുന്ന ഈ മർമ്മത്തിൽ ചന്ദനം കൊണ്ട് ലേപനം ചെയ്യുമ്പം അന്തരീക്ഷോത്മാവ് അവിടെ ഏക്കാതിരിക്കുക. അങ്ങനെ ഒരു ശാസ്ത്രീയ വശവും കൂടിയുണ്ട്. ചന്ദനം തൊടുമ്പം വിഷ്ണു ഭഗവാനെ ആരാധിക്കുക, വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുക എന്നൊരു സങ്കല്പം കൊണ്ട് സാധാരണ ഈ കൈകളിലെ മോതിര വിരലുകൾ കൊണ്ടാണ് നമ്മൾ ചന്ദനം തൊടാറ്. രാവിലെ ചന്ദനമാണ് തൊടുന്നതെങ്കിൽ വൈകുന്നേരം എല്ലാവരും ജപിക്കാൻ നേരത്ത് ഭസ്മമാണ് തൊടാറ്. ഭസ്മം കുഴച്ച് തൊടാറില്ല. ഭസ്മം സാധാരണ രീതിക്ക് തൊടും. പ്രദോക്ഷത്തിന് മാത്രമാണ് കുഴച്ച് തൊടാറ്. ഈ ഭസ്മത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നീർക്കെട്ടുകളെ വലിച്ചെടുക്കുന്നതാണ് ഭസ്മം. നമുക്ക് നമ്മുടെ ആചാരങ്ങളെല്ലാം സയൻസുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. നമ്മളതിനെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ കുങ്കുമം തൊടും. അത് ശക്തയ ഉപാസകമായി ഭദ്രകാളി സമ്പ്രദായത്തിൽ ഭദ്രകാളി ഉപാസകന്മാരൊക്കെ കുങ്കുമം തൊടും. കുങ്കുമം ദേവി ശാക്തേയ സ്വരൂപത്തെയാണെങ്കിൽ വൈഷ്ണവ സ്വരൂപത്തെ ചന്ദനവും ശൈവ സ്വരൂപത്തെ ഭസ്മവും. ശൈവ വൈഷ്ണവ ശക്തയ സങ്കല്പമാണ് നമ്മുടെ എല്ലാ ദേവന്മാരെയും ടോട്ടൽ ഒരു സംക്ഷിപ്ത രൂപം. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ വിഷ്ണു പ്രാധാന്യമായി നിൽക്കുന്ന ശരീരത്തിൽ വിഷ്ണു പ്രാധാന്യമായി നിൽക്കുന്ന തുളസി ഇലകൾ ചൂടുന്നത്, ധരിക്കുന്നത്, മാലകൾ കോർത്തിടുന്നത്, അതിനെ ബഹുമാനിക്കുന്നത്, തുളസി പൂജ കഴിക്കുന്നത്, അതിനെ പരിപാലിക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്, വിളക്ക് വയ്ക്കുന്നത് വരെ ഭയങ്കര ശക്തിയാണേ. ലക്ഷ്മി ദേവി, അത് എന്താ ഇപ്പോൾ പറയാം, ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. ഒരിക്കൽ ഈ ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠാലക്ഷ്മിയും കൂടെ കൂടി നടന്നു വരിക, സംസാരിച്ചൊക്കെ വരും. അപ്പം ഇങ്ങനെ നാമജപം കേൾക്കുക കേമായിട്ട്. അപ്പം ജ്യേഷ്ഠാലക്ഷ്മി പറഞ്ഞു, എനിക്ക് കയറാൻ പറ്റില്ല, എനിക്കവിടെ കയറാൻ പറ്റില്ല, നാമജപമാണ്, നീ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠാലക്ഷ്മിയോട് വെയിറ്റ് ചെയ്തു. ലക്ഷ്മി ദേവി അകത്തേക്ക് കയറുക. അകത്ത് മുറ്റത്തെത്തിക്കഴിഞ്ഞപ്പോൾ കടക്കാൻ പറ്റണില്ല. എന്താ? തുളസിത്തറയില്ല, തുളസിയില്ല, മിറ്റ അടിച്ചു വാരിയിട്ടില്ല, ചാണകം കൊണ്ട് തളിച്ചിട്ടില്ല, അകത്ത് നാമജപം ഉണ്ട് താനും. അപ്പം അതിന് ഫലമില്ല എന്നുള്ളതല്ല അതിൻ്റെ ഒരു വ്യക്തത. അപ്പം ലക്ഷ്മി ദേവി ഇഞ്ഞു മാറി. അപ്പം ജ്യേഷ്ഠാലക്ഷ്മി, കാരണം അലങ്കോലമായി കിടക്കുന്ന ഭൂപ്രദേശത്തിന് നടുക്കിരുന്ന ജപിക്കണം. വൈകുന്നേരം ഒന്നും ഒക്കെ വൃത്തിഹീനമാണ് ചുറ്റും പരിസരമൊക്കെ. അതുമല്ല ഈ ഇതൊന്നുമില്ല, ഒരു കൂവളയില്ല, ഒരു തുളസിയില്ല, ഒന്നുമില്ല. അപ്പം ജ്യേഷ്ഠാലക്ഷ്മി കയറി. അപ്പം നാമം ജപിച്ചിട്ടും ഫലമുണ്ടായോ? ഇല്ല. നാമജപ പോലെ തന്നെയാണ് ഈ പരിസര ശുചീകരണവും ഇങ്ങനെയുള്ള പുണ്യവൃക്ഷങ്ങളുടെ പരിപാലനവും അവർക്കുള്ള പ്രാർത്ഥനയും. അങ്ങനെ അവരെക്കുറിച്ച് കേട്ടൊരു കഥ ഞാൻ പറഞ്ഞു. തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുക, ഇത് കേൾക്കാത്തവരാരുമില്ല ലോകത്ത്, അല്ലേ? പണ്ട് തൊട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പം തുളസിത്തറ വയ്ക്കുക സർപ്പത്തിനാണ്, തുളസിത്തറ വയ്ക്കുക കാർന്നോന്മാർക്കാണ്, തുളസിത്തറ വയ്ക്കുക പരിസരത്തുള്ള ദേവിമാർക്കാണ്, ദേവന്മാർക്കാണ്. ഇങ്ങനെ അതിനെ തുടർന്ന് കഥകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടെങ്കിലും ഈ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുക എന്നുള്ളത് മാറിയിട്ടില്ല. കഥ എന്തു ആവട്ടെ. അപ്പം തുളസിക്ക് വിളക്ക് വയ്ക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഇനി ആർക്ക് വിളക്ക് വെച്ചാലും അത് വിരോധമാക്കണ്ട, അതൊക്കെ അവരുടെ ഇഷ്ടമായിട്ട് വെച്ചോട്ടെ, അവരുടെ മനസ്സിലെ സങ്കല്പം പോലെ ആവട്ടെ. വിളക്ക് വെക്കാറുണ്ടേ. അപ്പം നമ്മൾ ഒരു ഗ്രഹം പണിതാൽ, ഒരു വീട് പണിതാൽ, ഒരു നിർമ്മാണത്തിൽ കൃത്യമായിട്ട് ഏകദേശം തറയുടെ പൊക്കം 65 സെൻറ്റിമീറ്ററൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ 55 സെൻറ്റിമീറ്റർ, ചിലത് 75 സെൻറ്റിമീറ്റർ, 45 സെൻറ്റിമീറ്റർ സമയദൂരത്തിൽ, 45 സെൻറ്റിമീറ്റർ സമയദൂരത്തിൽ ഒരു ചെറിയ തുളസിത്തറയൊക്കെ കെട്ടി വളരെ നല്ല ഭംഗിയായിട്ടൊരു കൃഷ്ണ തുളസി, ഒരു മഞ്ഞളിൻ്റെ കഷ്ണമൊക്കെ നട്ട് അതിന് വിളക്ക് വയ്ക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മിറ്റമൊക്കെ കഴിച്ച് ചാണകവെള്ളമൊക്കെ തളിക്കണം എന്നൊക്കെ പഴയ കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഉണ്ടോ ആവോ അറിയില്ല. ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ തുളസിക്ക് ഒരു 3 പ്രദക്ഷിണമൊക്കെ വെച്ചിരുന്ന് ഒരു വിളക്കൊക്കെ കത്തിക്കുക. രാവിലെ വൈകുന്നേരം ആയാലും വിരോധമൊന്നുമില്ല. കുറച്ച് വെള്ളം കൊണ്ടൊക്കെ ഇലകളൊക്കെ നനച്ച് ആ മഹാലക്ഷ്മിയുടെ 4ാമത്തെ അവതാരമായി നിൽക്കുന്ന ഭഗവതിയായി നിൽക്കുന്ന തുളസി ഭഗവതിയൊക്കെ ഒന്ന് നമസ്കരിച്ച് ഒന്ന് പ്രാർത്ഥിച്ചോളൂ. അത് കുടുംബത്തൊരു ഐശ്വര്യം നൽകും, സംശയം വേണ്ട. കാരണം നക്ഷത്രങ്ങൾക്കൊക്കെ വൃക്ഷങ്ങളുണ്ട് എങ്കിൽ
ഓരോ നക്ഷത്രകാരകനും ഒരു വൃക്ഷങ്ങളെ പരിലാലിച്ചാൽ അവന് ഗുണം കിട്ടുമെന്ന് ഓരോ നക്ഷത്രത്തിന് പറയുന്നുണ്ട് എങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നന്മയ്ക്ക് ഉള്ള പല വൃക്ഷങ്ങളിൽ ഏറ്റവും പ്രധാനം ഒന്ന് തന്നെയാണ് തുളസി. വൃത്തിയായിട്ട് വ്യക്തമായിട്ട് ഒരു തുളസിയുടെ പരിപാലനത്തിലൂടെ ഒരു പരിധി വരെ നിങ്ങളുടെ കുടുംബത്ത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്ക് വരുത്തി തീർക്കാം, ഐശ്വര്യത്തെ വരുത്തി തീർക്കാം, അതിനോട് കിട്ടുന്ന സമ്പൽ സമൃദ്ധി ഉണ്ടാവും. നന്ദി, നമസ്കാരം.